ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ പഴം കൊണ്ടൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. പോകാം വീഡിയോയിലേക്ക്. അതിനായിട്ട് ആദ്യം ഒരു ചെറിയ പഴമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അതിനെ 5 എണ്ണം ഒരു ഇഡ്ഡലി പാത്രത്തിലോ സ്റ്റീമറിലോ എങ്കിലും വെച്ച് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കുക. ഇനി നമുക്ക് മറ്റൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. 5-6 കാഷ്യൂനട്ടും കിസ്മിസും കൂടെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതിലേക്ക് ഇനി 1.5 കപ്പോളം തേങ്ങ നമ്മൾ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് ചേർത്താലും മതിയാവും കേട്ടോ. തേങ്ങ ഒരുപാട് മൂപ്പിക്കുകയോ അങ്ങനെയുള്ള ഒരു പരിപാടിയും വേണ്ട കേട്ടോ. ജസ്റ്റ് അതിൻ്റെ ആ ഒരു പച്ച മണം ഒന്ന് മാറുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏലക്കായും ചുക്കും കൂടി ചേർത്ത് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് 1 ടീസ്പൂൺ ഇടുന്നുണ്ട്. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ശർക്കരയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. പാനി കാച്ചിയിട്ട് 1/2 കപ്പ് ശർക്കര ചേർക്കുന്നുണ്ട്. ശർക്കര ഇഷ്ടമല്ലാത്തവർക്ക് പഞ്ചസാര ചേർത്താലും മതിയാകും. ഇപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് ശർക്കര പാനി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല മധുരത്തിലാണ് കിട്ടുന്നത്. ഇത്രയും മധുരം വേണ്ട എന്നുള്ളവർക്ക് കുറച്ചുകൂടെ കുറച്ചെടുക്കാവുന്നതാണ്. ശർക്കര പാനിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വീഡിയോസ് കാണുന്ന കൂട്ടുകാർക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുകയും വേണം. ഇപ്പോൾ നമ്മുടെ ശർക്കര പാനിയൊക്കെ നന്നായിട്ട് തിളച്ച് വറ്റി വന്നിട്ടുണ്ടേ. ഇതാണ് പാകം. ഇനി നമുക്കിതിനെ അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ പഴമെല്ലാം വെന്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ചൂടോടുകൂടി തന്നെ നമ്മളതിൻ്റെ തൊലി കളഞ്ഞ് അകത്തുള്ള കുരുവൊക്കെ എടുത്ത് കളയണം. നാരും കുരുവും എല്ലാം കളഞ്ഞ് റെഡിയാക്കി എടുത്തിട്ട് അതിനെ ഒരു സ്മാഷർ വെച്ച് നന്നായിട്ട് ഉടച്ചെടുക്കുക. ചൂടോടുകൂടി ഉടച്ചാൽ മാത്രമേ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടുള്ളൂ കേട്ടോ. നമുക്കിതിനെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് അതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് നമ്മളിനി അരിപ്പൊടിയാണ് ചേർക്കാൻ പോകുന്നത്. നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനും ഒക്കെ ചേർക്കുന്ന പൊടിയുണ്ടല്ലോ, ആ പൊടി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ആദ്യം 1 കപ്പ് പൊടി എടുത്തു. അതിൽ നിന്ന് നമുക്ക് കുറേശ്ശെ ചേർത്ത് നോക്കി എത്രത്തോളമാണെന്നുള്ളത് ഞാൻ അവസാനം പറയാം കേട്ടോ. ഞാനിപ്പോൾ 1 കപ്പ് പൊടി എടുത്തിട്ട് അതിലാദ്യം 1/2 കപ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ചില പഴത്തിനനുസരിച്ചൊക്കെ പൊടിയുടെ അളവ് വ്യത്യാസം വരും. ഇതിപ്പോൾ ഞാൻ കുഴച്ച് നോക്കിയപ്പോൾ എനിക്ക് 1/2 കപ്പ് പൊടി തന്നെയാണ് ആവശ്യമായി വന്നിട്ടുള്ളത്. 1/2 കപ്പ് പൊടി ഇതാ ബാക്കി ഇരിപ്പുണ്ട്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കും പോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു ബൗൾ ഇതുപോലെ ഒരു ഇലയിൽ കുറച്ച് എണ്ണ തടകിയിട്ട് അതിൽ പരത്തി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ നടുക്കായിട്ട് നമ്മുടെ തേങ്ങാക്കൂട്ടുണ്ടല്ലോ അത് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതേ വലിപ്പത്തിലൊരു മറ്റൊരു ഇലയിൽ ഇതുപോലെ പരത്തി എടുത്തിട്ട് നമ്മുടെ ഈ തേങ്ങാക്കൂട്ട് വെച്ചിരിക്കുന്നതിൻ്റെ മുകളിലേക്ക് കമഴ്ത്തി വെച്ച് കൊടുക്കുക. ഇലയിൽ നമ്മൾ വെളിച്ചെണ്ണ തൂത്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് വിട്ട് കിട്ടും. ഇനി നമുക്ക് ഈ സൈഡെല്ലാം നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ശർക്കര ചിലപ്പം പുറത്തേക്ക് ഒലിച്ചിറങ്ങും. അതുകൊണ്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ട് ഇനി ഒരു കത്തിയോ ഒരു ഫോർക്കോ അങ്ങനെ വെച്ച് നന്നായിട്ട് കുറച്ച് കുത്തുകളിട്ട് കൊടുക്കുക. ഇത് അകം കൊണ്ട് പൊള്ളി വീർത്ത് വരാതിരിക്കാനാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കൊരു ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുക. അതിന് മുകളിലായിട്ടൊരു വാഴയില വെക്കുന്നുണ്ട്. ആവി വെള്ളം ഇതിൻ്റെ മുകളിലേക്ക് വീഴാതിരിക്കാനാണ്. ഒരു ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് ആ നേരം കൊണ്ട് തന്നെ കുക്കായി കിട്ടും. സൂപ്പറായിട്ട് കിട്ടും. നമ്മൾ തൊട്ട് നോക്കുമ്പോൾ കയ്യിൽ ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കും കേട്ടോ. അത് തണുത്ത് കഴിയുമ്പോഴേ നല്ല സെറ്റായി കിട്ടുകയുള്ളൂ. നന്നായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് മുറിച്ച് കഴിക്കാവുന്നതാണ്. നല്ല സൂപ്പർ ടേസ്റ്റായിട്ടുള്ളൊരു പലഹാരമാണ്. എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്.